ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലായൊരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഞാനിപ്പോൾ അത് ആ വിഷയം നിന്ന് എടുക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനകത്ത് കുറേയധികം വിശ്വാസ സത്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ സംഭവിച്ചു, ഇയാൾ പെട്ടെന്ന് ജയിലിലായി. എന്താ കുറ്റം? കൊലക്കുറ്റമാണ്, 1-ാം പ്രതിയാണ്. ദാറ്റ് മീൻസ് ഡബിൾ ജീവപര്യന്തമൊക്കെ കിട്ടുന്ന കേസൊക്കെയാണിത്. പക്ഷേ എന്താ പ്രശ്നം? അയാളെ കൊല ചെയ്തിട്ടില്ല. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രതിഭാഗം വക്കീലും പോലീസും FIR എല്ലാം ഇയാൾക്ക് പ്രതികൂലമാണ്. FIR ഒക്കെ പ്രതികൂലമായി കഴിഞ്ഞാൽ എങ്ങനെ ചെന്ന് അവസാനിക്കാനാ? നമ്മൾ പറയും പോലീസ് നിസ്സാരമാണെന്നൊക്കെ ഇങ്ങനെ ജയിൽ വിളിക്കുമ്പോൾ പറയാം. പക്ഷെ അടുത്ത് നോക്കണ വിവരം അറിയണമെങ്കിൽ അവരെഴുതുന്നതിലേത്താണ് നമ്മൾ പോയി തൂങ്ങണത്. കോടതി, സുപ്രീം കോടതി വരെ തൂങ്ങണത് അവരെഴുതുന്ന FIR-ലും മുഖസറിലുമാണ്. അത് ചിലപ്പോൾ ഏടായിരിക്കും എഴുതി വിടണത്. ഒരു ഏടിൻ്റെ പവറെന്ന് പറയണത് ഒരു വ്യക്തിയുടെ ജീവിതം മുഴുവൻ ആയുസ് ചിലപ്പോൾ അതിന് വിലയിപ്പോവും. അപ്പം അതുകൊണ്ടാണ് ബോധമുള്ളവർ പോലീസിൻ്റെ അടുത്ത് അഭ്യാസം കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മനുഷ്യൻ ഇങ്ങനെ പെട്ടെന്നൊരവസ്ഥയിൽ പ്രതി രക്ഷപ്പെടുകയും ചെയ്ത് ഇവരെയാണ് പോലീസിന് കിട്ടിയത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം കുറ്റം തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ മനുഷ്യൻ 1-ാം പ്രതിയാക്കി. ഇനിയിപ്പോൾ പോകണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ കോടതി പോയി വാദിക്കണം. ചിലപ്പോൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ കോടതി ചെല്ലുമ്പോൾ അതിനേക്കാൾ പ്രശ്നമാണ്. എന്താ കാര്യം? അവിടെ തെളിവ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സത്യമല്ലല്ലോ കോടതിയിലെ പ്രശ്നം. സത്യം ഒന്നും ചെയ്യത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വക്കീൽമാരോട് ഉണ്ടെങ്കിൽ അറിയാം, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവിടെ തെളിവ്, എവിഡൻസ് ഈ മനുഷ്യനെതിരായിട്ടാണ് FIR-ലിരിക്കണത്. എന്നെ എങ്ങനെ തിരുത്താനാ? ആകപ്പാടെ പെട്ട്. പക്ഷേ ഇവരുടെ അമ്മ വന്ന് ഉടമ്പടി ചെയ്ത് 120 ദിവസം ജയിലിൽ കിടന്നപ്പോൾ ഉടമ്പടി, അപ്പോൾ അതുവരെ അനക്കമൊന്നുമില്ല. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അമ്മയുടെ ഒരു രീതി, ദൈവത്തിന് പണ്ട് മുതലുള്ള രീതി, ജയിലറയൊക്കെ തുറക്കുന്നത് ദൈവത്തിൻ്റെ പണ്ട് മുതലേ ഉള്ളൊരു സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. പത്രോസിൻ്റെ ഒക്കെ ജയിൽ തുറന്ന്, പൗലോസിൻ്റെ ജയിലറ തുറന്ന്, ഈ ജയിലറ തുറന്ന കർത്താവ് ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ഏത് ജയിലിലാണെന്ന് പറഞ്ഞാലും, ഏത് അവസ്ഥയിലുള്ള ജയിലേ ആണെന്ന് വിചാരിച്ചാലും കർത്താവ് അത് തുറക്കും. 45 വർഷമായിട്ട് പുകവലിക്കുന്നൊരു മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങളുടെ സാക്ഷ്യം പറഞ്ഞു. 45 വർഷമൊക്കെ പുകവലിച്ചാൽ പിന്നെ എന്ത് ചെയ്യാനാ? ഒന്നും ചെയ്യാനില്ല. പക്ഷേ പിന്നെ അതിൻ്റെ അകത്ത് നർക്കോട്ടിക് അഡിക്ഷൻ ആകുമല്ല. പക്ഷേ ഉടമ്പടിയുടെ ഉപ്പ് ഒരു തുള്ളി കഴിച്ചു, ഉടമ്പടി തൈലം പുരട്ടി, ഭാര്യ പറഞ്ഞ സാക്ഷ്യമാണ്. അയാൾക്ക് പിന്നെ അത് മരിക്കണം തോന്നിയില്ല. ഇതുപോലെ തന്നെയാണ് ഒരു കുടിക്കുന്ന ആൾ ഈ ആഴ്ചയിലാണ് സാക്ഷ്യം പറഞ്ഞത്. അത് യൂട്യൂബിലുണ്ട് കേട്ടോ. അയാൾ കുടിച്ചില്ലെങ്കിൽ ഇത് 10-40 കൊല്ലം കുടിക്കുന്ന ആളാണ്. പക്ഷേ എന്താ ചെയ്തെന്ന് ഉടമ്പടി കാശ് രൂപം ഭാര്യ അയാളുടെ കഴുത്തിലിട്ട് കൊടുത്തു. അതൊക്കെ മുമ്പ് ഒരു കാര്യം ചെയ്ത് കൃപാസനം പത്രം കൊടുത്ത്. അപ്പോൾ അയാൾ പറഞ്ഞത് തട്ടിപ്പും വെട്ടിപ്പുമാണ്, ഇതൊന്നും കൃപാസനമല്ലേ, തട്ടിപ്പും വെട്ടിപ്പുമാണ്. പണ്ടാരാണ്ട് ഈ പത്രമൊക്കെ വെച്ച് കിടക്കുകയൊക്കെ ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ കുറേ പ്രശ്നങ്ങളുണ്ടായില്ല. ഞാനതിനൊന്നും ഉത്തരം പറയാൻ പോയില്ല. ഞാൻ ശാന്തമായിട്ട് സൗമ്യമായിട്ട് ഉത്തരം പറഞ്ഞു, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. പിന്നെ ആ വിവാദം തീർന്നായിരുന്നു. പക്ഷേ ഈ സ്ത്രീ പത്രം കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുണ്ടെങ്കിൽ പത്രം കൊണ്ടുപോയി നിങ്ങൾ മുതലാളിയുടെ, അയാൾ വലിയ കോൺട്രാക്ടറാണ്, ആ ഓഫീസിൽ കൊണ്ടുപോയി വെക്കും, നിങ്ങളുടെ ശമ്പളം കൂടുമെന്ന് പറഞ്ഞു. മാതാവ് ഇതിന് ഇടപെട്ടാലും പത്രം ഇയാൾക്ക് വിശ്വാസം കൊടുക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയായിരിക്കും ദൈവം. ഇയാൾ പത്രം കൊണ്ട് പരീക്ഷിക്കാൻ വേണ്ടി വെച്ചു. പക്ഷേ അന്ന് വൈകുന്നേരം ശമ്പളം കൂടി. അപ്പം നിങ്ങളെ കൊണ്ട് പത്രം എവിടെയെങ്കിലും വെക്കാൻ വേണ്ടി ഞാൻ പറയുകയല്ല. ഞാനൊരു സാക്ഷ്യം ഉണ്ടായിരുന്ന സാക്ഷ്യം വിശദീകരിക്കുക മാത്രം ചെയ്യണം, ആരും മിസ്ലീഡ് ചെയ്യരുത്. പത്രം ഞാൻ വെഞ്ചരിച്ചതിനാണ് തരണത്. അത് ഓരോരുത്തർക്ക് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ അവർ വായിക്കുകയും ചെയ്യും, അവർക്ക് അഭിഷേകം കിട്ടുകയും ചെയ്യും. പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇയാൾക്കൊരു അടയാളം മാതാവ് അതിലൂടെ കൊടുത്ത്, അപ്പോൾ അയാൾ കുറച്ച് വിശ്വാസമായി. പക്ഷേ ഇയാളെ ഉടമ്പടി എടുത്ത് ഉടമ്പടി കാശ് രൂപ ഇയാളെ കഴുത്ത് ഇട്ടച്ചും പറഞ്ഞ്, ഇട്ടതേ ഉള്ളൂ, ഇട്ടച്ചും പറഞ്ഞ് നിങ്ങളുടെ കുടി മാറുമെന്നാണ് പറഞ്ഞു. മാതാവ് മാറ്റും. അപ്പോൾ അയാൾ ചിരിച്ച്, എന്താ കാര്യം? 40-45 വയസ്സായിട്ടുള്ള കുടിയാണ്,
അതെങ്ങനെ മാറ്റാമെന്ന് അയാൾക്ക് തന്നെ അറിയാം. അയാൾ കുടിച്ചിൽ രാവിലെ തന്നെ കുടിച്ചിൽ വിറക്കുന്ന ആളാണ്. അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ല. പക്ഷേ കാശിലും ഇട്ടതിന് ശേഷം ഇയാൾ ബാറിൽ അന്ന് ചെന്നിട്ട് ഇയാൾ വെറുതെ ഇറങ്ങിപ്പോന്നു. പിറ്റേ ദിവസം പോയി അയാൾക്ക് കുടിക്കണമെന്ന് തോന്നിയില്ല. പിന്നെ ഇപ്പോൾ കോവിഡ് കഴിഞ്ഞില്ലേ, ഈ കാലങ്ങളിലെല്ലാം പല പ്രാവശ്യം ബാർ തുറന്നെങ്കിലും ഇയാൾ ഇന്ന് വരെ 1.5 കൊല്ലമായിട്ട് ഇന്ന് വരെ കുടിച്ചിട്ടില്ലേ. ഇപ്പം കുടിക്കണ ചിന്ത പോലും ആ മനുഷ്യനില്ല. ദാറ്റ് മീൻസ് എന്താ? ദൈവം നേരിട്ട് ഇടപെടുകയാണ് ഓരോ കാര്യങ്ങളിലും. അത് നിങ്ങളെ യൂട്യൂബിലെ കാര്യത്തിൽ ഞാൻ സാക്ഷ്യത്തിന് ഇടപെടാറില്ല. ചില സാക്ഷികൾ കേൾക്കുമ്പോൾ എനിക്കിഷ്ടപ്പെടും. അപ്പം ഞാനത് പ്രസംഗത്തിൽ പറയും. പൂർണ്ണമായിട്ട് അതിൻ്റെ അകത്ത് കുറേ വചനങ്ങളുള്ളതായിരിക്കും. അതുകൊണ്ടാണ്. എല്ലാ സാക്ഷ്യങ്ങളും സത്യമാണ്. പക്ഷെ ചില വചനങ്ങൾ ഒരൊക്കെ ജനം അനുഭവിക്കണ പ്രശ്നമായിരിക്കും. അതൊരു കുടുംബത്തിൻ്റെ വിഷയമായിരിക്കത്തില്ല. അത് ഒരു സമൂഹം മുഴുവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെല്ലാം ഞാനെടുത്ത് വീണ്ടും അത് ഒരു വചന വിചാരത്തിന് വെക്കും. അപ്പോൾ എനിക്ക് ഇതിൽ നിനക്ക് മനസ്സിലായത് ശ്രുതികട മക്കളെ യേശുസ്വസ്ഥം ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ ഉടമ്പടിയെടുത്ത എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. അപ്പോൾ ഈ ജയിലിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ സിവിലായിട്ടുള്ള ഈ ക്രിമിനൽസിനെ ഇടുന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കണമല്ല. മാത്രമല്ല, ഏത് മദ്യപാനത്തെ ജയിലിലായാലും പുകവലിയുടെ ജയിലിലായാലും വേറെ എന്ത് ദുശീലങ്ങളുടെ ജയിലിലായാലും നമ്മൾ മോചിക്കപ്പെടും. എന്താ കാര്യം? അതിൽ മധ്യസ്ഥം വഹിക്കുന്നത് അമ്മയാണ്. പക്ഷെ ഈ മനുഷ്യൻ അങ്ങനെയുള്ള ശീലങ്ങളിൽ നിന്നല്ല, സാക്ഷാത് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കപ്പെട്ടത്. എങ്ങനെ? അമ്മ വന്ന് ഉടമ്പടി എടുത്തു. ആ 2 ദിവസങ്ങൾക്കുള്ളിൽ അതായത് പിന്നീട് കോടതി പോകുന്ന അനുസരിച്ച് ജാമ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ പോകുന്ന അനുസരിച്ചെല്ലാം ഇയാളുടെ വക്കീലിന് മാതാവ് പ്രത്യേകമായ പ്ലേസ്മെൻ്റ്, അതായത് കാര്യങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ലീഗൽ പോയിൻറ്റ്സ് കൊടുത്ത് സംഭവം പെട്ടെന്ന് ഇയാൾ റിലീസായി. പക്ഷേ എന്താ പ്രശ്നം? ഇയാൾ ഒരാളെ കൊല്ലണത് ഇയാൾ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതാണ് സംഭവം. കൊന്നില്ലേ? ഒരു ബഹളത്തിൻ്റെ ഇടയിൽ കൊല നടന്ന്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പോലീസിന് കിട്ടിയ ഇയാളെയാണ്. പക്ഷെ നമ്മൾ അകപ്പെട്ടു പോയി. ഞാനിപ്പം നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അറിയാമോ? ഇങ്ങനെ ചില സമയത്ത് നമ്മളുടെ കാരണം കൂടെ അല്ലാതെ നമുക്ക് ചില സമയത്ത് അകപ്പെടുകളുണ്ടാവും. നമുക്ക് കാരണം അതിൻ്റെ അകത്തില്ല, നമ്മളുമായിട്ട് അതിൻ്റെ ബന്ധമില്ല. പക്ഷേ നമ്മൾ ദൈവമേ ഞാനിങ്ങനെ അകപ്പെട്ടില്ല അതിൻ്റെ അകത്ത്, എനിക്കിതിൻ്റെ അകത്ത് ഉത്തരവാദിത്വമൊന്നും ഇല്ലെങ്കിലും ഞാൻ അനുഭവിക്കണില്ല. അപ്പം നമ്മൾക്ക് ഉത്തരവാദിത്വമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് ജീവിതത്തിൽ. ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കണം. ശ്രുതികട്ടെ ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, വലിയ പ്രബോധനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന്, ആത്മീയ പ്രബോധനത്താൽ ഞങ്ങളെ കർത്താവേ ശക്തിപ്പെടുത്തി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 25-ാമത്തെ വാക്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15:25 എന്താണ്? അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു.
യോഹന്നാന്റെ സുവിശേഷം 15:25 എന്താ വചനം? ഏറ്റു പറഞ്ഞ്, അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു. ഇതാണ് കർത്താവിൻ്റെ ഒരു അവസ്ഥ. റിഡംഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണിത്, ഒരു അനുഭവമാണ്, ഒരു റിഡംറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയും. കർത്താവ് നമ്മളെ വീണ്ടെടുക്കാൻ വന്നപ്പോഴേ കർത്താവ് ഏറ്റെടുത്ത ഒരു വിഷയമാണ്. എന്താണ്? നിരപരാധികൾ സങ്കടപ്പെടുന്നവരുടെ വിഷയങ്ങൾ തൻ്റെ റിഡംറ്റീവ് ആയിട്ടുള്ള തൻ്റെ പദ്ധതിപ്പെടുത്തി. ഞാൻ പറഞ്ഞ മനസ്സിലായ? അതായത് കർത്താവ് ഇവിടെ വന്നപ്പോൾ ഈ റിഡംറ്റീവ് ആക്ഷൻ ഏറ്റെടുക്കാൻ നേരത്തെ കർത്താവ് തെറ്റ് ചെയ്തവരുടെ മാത്രമല്ല എടുത്തത്, തെറ്റുകൾ അവൻ ഏറ്റെടുത്തില്ലേ? ഇപ്പം ഐസയ്യാ 53:12 എന്താ പറയണത്? നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തതെന്ന് പറഞ്ഞില്ലേ? ശ്രുതികടെ ഹല്ലേലൂയ. ഐസയ്യാ 53:12 എന്താ എഴുതിയിരിക്കണത്? അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടെന്ന്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞ് അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. അപ്പൊ അവൻ പാപം ചെയ്യാതിരുന്നിട്ട് പോലും പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പക്ഷേ പാപികളുടെ കൂടെ മാത്രമല്ല അവൻ എണ്ണപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ്? പാപം ചെയ്യാതെ പാപികളായിട്ടുള്ള ആൾക്കാരുണ്ട്. പാപം ചെയ്തിട്ടില്ല, പക്ഷെ പാപികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പം ചിലർ എന്ന് വെച്ചാൽ പറയാം, എൻ്റെ അച്ഛാ, ഞാൻ കുഞ്ഞുനാൾ മുതൽ പള്ളിയിൽ പോയി അൽഫോൻസാമ്മയോട് പ്രാർത്ഥിച്ചും എനിക്കൊരു ജീവിത പങ്കാളിയെ ചോദിച്ചപ്പോൾ ഞാൻ കർത്താവിനോടെല്ലാം ചോദിച്ച് പ്രാർത്ഥിച്ചാണ് മേടിച്ചത്. പക്ഷേ ഞാൻ അകപ്പെട്ടു പോയിച്ചാൽ ഞാൻ ചോദിച്ചൊക്കെ വെറുതെ ആയിപ്പോയി. ഇയാൾക്ക് വേറെ പെണ്ണുങ്ങളുണ്ടെന്ന് പറയും. ആർക്ക്? ഭർത്താവിനെ. എന്നിട്ട് വാട്സപ്പിലെല്ലാം അയാളെ കാണിച്ചിട്ട് അവിടെ ചാറ്റിങ്ങൊക്കെ എന്നെ കാണിക്കും കരഞ്ഞുകൊണ്ട്. അപ്പം നമ്മളവർക്ക് ദൈവമേ, 4ാം ക്ലാസ് തൊട്ട് അല്ലെങ്കിൽ നമ്മൾ പ്രായമായതിന് ശേഷം ഒരു സ്ത്രീയാണെന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ വിവാഹം കഴിക്കണമെങ്കിൽ എനിക്ക് പേടിയാണ് ഈ കള്ളുകുടിയന്മാരാ. എനിക്കൊരു നല്ല ആളെ തന്നെ കർത്താവേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നതാണ്. പക്ഷെ അങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക് മുക്കൊടിനെ കിട്ടും വിചാരിച്ചു. തീർന്നില്ല പരിപാടി. അപ്പം നമ്മൾ പ്രാർത്ഥനയും നിർത്തി. കാര്യം നമുക്ക് ഈ മണം കേൾക്കണതേ വെക്കാനും വരും, സഹിക്കാൻ പറ്റത്തില്ല. നമ്മളത് പറയും, ദൈവമേ എന്ത് തന്നാലും ഒരു കുടിയേറെ തരലെന്ന് പറയും, കുടിയേറെ തരല്ലെന്ന് പറയും. അപ്പോൾ പക്ഷെ നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷെ കിട്ടിയ ആളിതാണ്. കിട്ടിയ ആൾ നമ്മൾ പറഞ്ഞതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരാളെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിശ്വാസം ചില ആൾക്കാർക്ക് പോകും, ചില ആൾക്കാർക്ക് ഭയങ്കര സങ്കടം വരും. പ്രാർത്ഥിക്കണേ എന്തിനാണ്? ഞാനിങ്ങനെ യുദ്ധകാലം മുഴുവൻ പ്രാർത്ഥിച്ച് 10-25 കൊല്ലം പ്രാർത്ഥിച്ചിട്ടല്ലേ ഈ പണ്ടാരത്തിനെ കിട്ടിയത്. ഇങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്താ പ്രയോജനം? ഇങ്ങനെ പലതരത്തിലുള്ള നിഷ്കളങ്കരും നിരപരാധികളുമായിട്ടുള്ള സഹനങ്ങൾ അതുകൂടി കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്. പാപികളുടെ കൂടെ മാത്രമല്ല എണ്ണപ്പെട്ടിരിക്കുന്നത്. പാപം ചെയ്യാതെ പാപത്തിൻ്റെ പങ്കപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. അച്ഛനെ മനസ്സിലായത് നിങ്ങൾക്ക്? പാപികളുടെ കൂടെ മാത്രമല്ല അവൻ എണ്ണപ്പെട്ടിരിക്കുന്നത്. ഐസയ്യാ 53:12 അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു. പക്ഷെ അവൻ പാപികളുടെ കൂടെ മാത്രമല്ല എണ്ണപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താണ്? യോഹന്നാൻ 15:25 എന്താണ്? അവൻ കാരണം കൂടാതെ എന്നെ വെറുത്തു. എന്ന് വെച്ചാൽ പാപം ചെയ്യാതെ പാപം ചെയ്ത പോലുള്ള പങ്കപ്പാട് അനുഭവിക്കുന്ന മനുഷ്യരുടെ ആത്മദുഃഖങ്ങളും നിന്റെ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു. കൈയിടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് റോമ 6:8 റോമ 6:8 നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ എന്ന് പറഞ്ഞേ
നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോട് കൂടെ ജീവിക്കും. കൈ ഉയർത്തിക്കൊണ്ട് ചിന്താ പറഞ്ഞ പോലെ നാം ക്രിസ്തുവോട് ജീവിച്ചെങ്കിൽ ക്രിസ്തുവിനോട് ജീവിച്ചെങ്കിൽ മരിച്ചുവെങ്കിൽ നാം ക്രിസ്തുവിനോട് മരിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. ഇടിമുഴങ്ങണ പോലെ പറ, നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ സഹിച്ചുവെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോട് കൂടെ ജീവിക്കും. കൈ അടിച്ചു കർത്താൻ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, രോഗികളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി എടുത്ത എല്ലാ മക്കളെയും സ്പർശിക്കണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവിന്റെ ശക്തി ഒഴുകുകയാണ്, ദൈവത്തിന്റെ സാന്നിധ്യം നിറയുകയാണ്. ഉടമ്പടി എടുത്ത ഓരോ മക്കളെയിലേക്ക് കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമദിവികാരുടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ എൻ്റെ മക്കൾ വിചാരിക്കണം, നിന്റെ കർത്താവ് അറിയാതെ അത് സംഭവിച്ചിട്ടില്ല. മനസ്സിലായില്ല? നിന്റെ കർത്താവ് അറിയാതെ സംഭവിച്ചിട്ടില്ല. എന്താ കാര്യം? അത് 12:7 വചനം, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിളിക്കപ്പെടുന്നില്ലേ? അതിലൊന്നു പോലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയാതെ താഴെ വീഴുന്നില്ല. നിന്റെ വീഴ്ചയെല്ലാം കർത്താവ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവവേദനേ, ആ വീഴ്ച നിന്റെ കർത്താവിൻ്റെ മുമ്പിലാണ്. പൗലോസ് എന്താ പറഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് വീഴുന്നെങ്കിൽ അവൻ എന്നെ എഴുന്നേൽപ്പിക്കും. എപ്പോഴാണ്? നിത്യതയിലായാലും എഴുന്നേൽപ്പിക്കും. ഒരു നിത്യതയ്ക്ക് വേണ്ടിയുള്ള സ്വരുക്കൂട്ടല്ലേ? അതല്ലേ കർത്താവിനോട് നമ്മൾ റോമ 6:8 വായിച്ചത് എന്താണ്? ക്രിസ്തുവിനോട് സഹിച്ചെങ്കിലും മരിച്ചെങ്കിൽ അവൻ്റെ കൂടെ നേടുമെന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിസ്തുവിന് മരണമില്ലാത്ത നിത്യത. എൻ്റെ ദൈവത, നീ അനുഭവിക്കുന്ന ഓരോ സഹനങ്ങളും നിന്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി കർത്താവ് കരുതിക്കുട്ടി. ഹീസ് ബ്രിങ്ങിങ് ദ അഡ്വാൻസ് റെമിറ്റൻസ്. നിനക്ക് അത് വലിയ ഭാഗ്യമാണ് മക്കളെ. നിത്യതയ്ക്ക് വേണ്ടിയുള്ള അച്ചാരമില്ലേ? ഇപ്പം നമ്മൾ സ്ഥലം വാങ്ങാൻ പോകണം. ആ സ്ഥലം വാങ്ങാൻ ആ സ്ഥലത്തിന് ഒത്തിരി ആളെ ഇടിയാണ്, ആ സ്ഥലത്തിന് ഇടിയാണെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ പറയും, സാറേ ഞങ്ങൾക്കിത് അത്യാവശ്യമാണ്, ഈ സ്ഥലം പള്ളിയുടെ വാതിക്കലാണ്, ഇവിടുന്ന് പോയാൽ പിന്നെ കിട്ടത്തില്ല, സാറ് തരുമ്പോൾ തന്നാൽ മതി, അഡ്വാൻസ് സ്വീകരിക്കുക. അയ്യോ അഡ്വാൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതൊക്കെ പേടിയായി. എന്താ, നമുക്ക് ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ അയാൾ പറയുന്നത് അഡ്വാൻസ് ഒന്നും വേണ്ട, കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് തരത്തുള്ളൂ. അയാളുടെ വാക്ക് മാറുവായില്ലെന്ന് നമുക്കെങ്ങനെ അറിയാൻ പറ്റും? അഡ്വാൻസ് നേരത്തെ വാങ്ങിക്കണം, നല്ലതാണ്. യു ഗോട്ട് ദ പോയിന്റ്? മനസ്സിലായോ? നിൻ്റെ ദൈവം നിത്യതയ്ക്ക് വേണ്ടി നിന്നോട് അഡ്വാൻസ് അച്ചാരം നേരത്തെ വാങ്ങിക്കുന്നത് നിന്നെ കർത്താവ് നിത്യതയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ അടയാളമാണ്. കൈ അടിച്ച് കർത്താവ് സുഡല്ലേലൂയ. സ്പർശിക്കണമേ, സ്പർശിക്കണമേ.
തിരുവചനം 5:41 നടപടി പുസ്തകം. അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ച് സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പോയി. ദിസ് ഈസ് ദ അപ്പോസ്റ്റലിക് എക്സ്പീരിയൻസ്. എന്താണ് ഏറ്റുപറഞ്ഞ്? നടപടി 5:41 ഏറ്റുപറഞ്ഞ് അവരാകട്ടെ യേശുവിന്റെ നാമത്തിൽ അപമാനം സഹിക്കുവാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിൽ നിന്ന് പോയി. എഴുന്നേൽക്കുക. ഒരു വിഷയം, അത് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഏറ്റെടുത്താൽ തീർച്ചയായിട്ടും നീ ഒരു വിശ്വാസിയാണെങ്കിൽ നിനക്ക് സന്തോഷത്തിൻ്റെ കാരണമാണ്. എന്താണ്? നിത്യതയുടെ അഡ്വാൻസാണത്. നിത്യതയുടെ അഡ്വാൻസാണ്. അപ്പോൾ ഈ ജയിലിൽ വീണ മനുഷ്യൻ ആ ജയം കാരണം കൂടാതെയാണ്. അത് 15-25 അവർ കാരണം കൂടാതെ എന്നെ വെറുത്തു, എന്നെ ശിക്ഷിച്ചു. അപ്പോഴാര്? നമ്മളാരായി? കാരണം കൂടാതെ ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? കർത്താവ്. റോമ 8:6 എന്താ പറയണത്? കർത്താവിൻ്റെ കൂടെ. റോമ 6:8 എന്താ പറയണത്? കർത്താവിൻ്റെ കൂടെ സഹിക്കുന്നവൻ, മരിക്കുന്നവൻ കർത്താവിൻ്റെ കൂടെ നേടും. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ആ നേട്ടം ഓർത്തിട്ടാണ് സന്തോഷിച്ചത്. 5:41 നടപടി 5:41 അപ്പോസ്തലന്മാർ അടി കിട്ടിയപ്പോഴെന്താ സന്തോഷിച്ചത്? അത് കർത്താവിൻ്റെ കൂടെ സഹിക്കാനത്തുള്ളതാണ്. കർത്താവിൻ്റെ കൂടെ സഹിക്കാൻ, വേറെ ആരുടെയും കൂടെയല്ല. നമ്മൾ മക്കളുടെ കൂടെ സഹിക്കും, രാത്രി മുഴുവൻ ഉറക്കം നിന്നിരിക്കും. അവിടെ ആശുപത്രിയിലാണെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ ഇരിക്കും, അല്ലേ? നമ്മൾ രാത്രി മുഴുവൻ എത്രയോ 3-4 ദിവസമൊക്കെ ഐസിയുവിൻ്റെ വാതിക്കെ ഇരുന്ന് ഉറങ്ങുന്നില്ലേ? പക്ഷേ കർത്താവിൻ്റെ കൂടെ 3-4 മാസം നീ ഐസിയുവിൻ്റെ പുറത്തിരിക്കേണ്ട കാര്യമില്ല. ഒരു നിമിഷം കർത്താവിൻ്റെ കൂടെ നിനക്ക് സഹിക്കേണ്ടി വന്നാൽ നിന്റെ ദൈവം നിന്നെ ഓർക്കും, നിത്യത വരെ ഓർക്കും. കൈ അടിച്ച് മതി ദൈവപദരെ ശ്രദ്ധിക്കട്ടെ. ചേർന്ന് പാടാം. രോഗസൗഖ്യ പ്രാർത്ഥന സമയമാണ്. രോഗം ഉള്ള ഇടങ്ങളിലെല്ലാം നിങ്ങൾ വലതുകരം വെക്കുക. കയ്യൊപ്പ് പ്രാർത്ഥനയിലൂടെയും ഉടമ്പടി പ്രകാരമാണ് ഈ കയ്യൊപ്പ് നടക്കുന്നത്. ശരീരത്തിൽ കൈവെക്കുന്നത് ഉടമ്പടി പ്രകാരം. എബ്രാഹാം തൻ്റെ മകനായ ഇസഹാക്കിന് ജീവിത പങ്കാളിയെപ്പോലും നേടാൻ വേണ്ടി, സ്വീകരിക്കാൻ വേണ്ടി ദാസനെ വിടുമ്പോൾ അവൻ ശരീരത്തിൽ കൈവെപ്പിച്ചിട്ടാണ് വിടുന്നത്. വെക്കുമ്പോൾ നീ ചെയ്ത ഉടമ്പടിയെ നീ ഓർക്കണം. നിൻ്റെ ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിലെല്ലാം രോഗങ്ങൾ സൗഖ്യമാകാൻ നിനക്ക് അവകാശമുണ്ട്. കാര്യമെന്താണ്? ഉടമ്പടി നിനക്ക് അവകാശം തന്നിട്ടുണ്ട്. കർത്താവെ, അനേകം മക്കൾ അങ്ങയുടെ തിരുസന്നിധി കൈവച്ച് അവിടെ ശരീരഭാഗങ്ങളിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അങ്ങയുടെ നാമത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് സുവിശേഷം ആകാനും സുവിശേഷം ഏകാനും കർത്താവെ
കർത്താവിനെ അറിയാത്ത അറിയിക്കുവാനും അറിഞ്ഞവനെ ആഴപ്പെടുത്തുവാനും വചനമത്സരത്തിന് കാരുണ്യ പ്രവൃത്തി ചെയ്തുകൊണ്ട് കർത്താവെ അവരുടെ മക്കൾ അങ്ങനെ കൃപയ്ക്ക് അവകാശികളായിരിക്കുന്നവർ കർത്താവെ അവരുടെ ശരീരത്തിൽ അവരുടെ നാമത്തിൽ കർത്താവെ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോ നിന്റെ തിരുപ്രഭാതം വലതുകരം കർത്താവെ അടിപ്പിടർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിന്റെ അടയാളത്തിൽ വാസ്തവത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലെ മാരക രോഗങ്ങളെ തീരാവ്യാധികളെ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സൗഖ്യത്തിന് സദാ സ്പർശിച്ചതേ സുഖമായി എൻ്റെ ഉള്ളിൽ അരികിൽ വരേണ്ടേ സദയം തുടേണേ സുഖമായി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ജോലിയില്ലാത്ത മക്കള്, വീടില്ലാത്ത മക്കള്, സ്ഥലമില്ലാത്ത മക്കള്, വീട് സ്ഥലവുമില്ലാത്ത മക്കള്, ഓരോരോ നൈപുണ്യ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, യോഗ്യതാ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്നവർ, എഴുതി കഴിഞ്ഞവർ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, മത്സര പരീക്ഷകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ, എഴുതിപ്പോയി മത്സര പരീക്ഷ റിസൾട്ട് ചോദിക്കുന്നവർ, അന്വേഷിക്കുന്നവർ, കാത്തിരിക്കുന്നവർ, അത് നല്ല വാർത്തയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, കർത്താവ് തലയിൽ നിന്നും മുട്ടിക്കൊഴിഞ്ഞു പോകുന്നവർ, ശരീരം മുഴുവൻ ചൂടാകുന്നവർ, ഉറക്കം നഷ്ടപ്പെട്ടവർ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികൾ, പാൻക്രിയാസ് നീര് കെട്ടിയവർ, കർത്താവ് കണ്ണിന് കാഴ്ച മങ്ങിയവർ, ഇങ്ങനെ എല്ലാവരെയും സമർപ്പിച്ചൊരു കർത്താവ് അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താറയിൽ നിന്നുകൊണ്ട് അമ്മ മധ്യസ്ഥം വഹിക്കുമ്പോൾ അമ്മയുടെ മധ്യസ്ഥൻ്റെ കൂടെ ഓ ദിവ്യകാരുണ്യമേ, ഓ ജീവകാരുണ്യമേ, ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉടമ്പടി വെച്ചിട്ടുള്ള വിഷയങ്ങൾ മുഴുവനും എല്ലാ നിയോഗങ്ങളും കർത്താവേ, ജീവിതത്തിനെ ബാധിക്കുന്ന എല്ലാ നിയോഗങ്ങളും കർത്താവേ അങ്ങനെ തിരുസന്നിധി കർത്താവ് സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ കർത്താവേ ഈ മാസം തന്നെ കർത്താവേ അതിന് മുഴുവൻ ദോഷങ്ങളും തടസ്സങ്ങള് ദുരിതങ്ങള് യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. സമാപനാശീർവാദം. വ്യക്തിപരമായി ഉടമ്പടി എടുക്കാനുള്ളവരും ഇതുവരെ ഉടമ്പടി എടുത്തിട്ടില്ലാത്തവരും ഉടമ്പടി എടുക്കാൻ വേണ്ടി എടുക്കുമ്പോൾ ഈ വിഷയം സമർപ്പിക്കും എന്നുള്ളവരെ ഇപ്പോഴത്തന്നെ അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുക. ഞാനിവിടെ വിട്ടുപോയി നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിപരമായ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഇപ്പോഴും ഈശോയ്ക്ക് ഏൽപ്പിക്കുക. ഈശോ അത് ആശീർവദിച്ചിട്ട് സത്യമായി ഈ അൾത്താറിൽ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. അനേകം മക്കൾ ലോകത്ത് സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറഞ്ഞ പോലെ സാക്ഷ്യം അവസാനിക്കാത്ത അൾത്താരയിലാണ് നമ്മൾ നിൽക്കുന്നത്. അമ്മ വഴി നടന്ന ലോകത്ത് ജനതകൾക്കും അതുപോലെ തന്നെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉള്ളവർക്ക് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. നിനക്കും ഒരു കാലത്ത് ഇവിടെ സാക്ഷ്യം പറയാൻ കഴിയും. ഇപ്പോൾ നീ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. നിൻ്റെ കിട്ടാക്കടങ്ങൾ, മറാരോഗങ്ങൾ ഇപ്പോൾ ഈശോ ഏറ്റെടുക്കും. നിൻ്റെ ജീവിതം തന്നെ ഏറ്റെടുത്ത ആളാണ്. നിസ്സാരമായ നിൻ്റെ ജീവിത അവസ്ഥകൾ ഏറ്റെടുക്കുക. അതുകൊണ്ട് നീ വിശ്വസിച്ചുകൊണ്ട് പരിപൂർണമായി സ്തുതിച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിച്ചുകൊണ്ട് ഭാഷാവത്സ പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് നിങ്ങളുടെ ഉടമ്പടിയിൽ സമർപ്പിച്ച എല്ലാ നിയോഗങ്ങളും ഓർക്കണം. ഓൺലൈൻ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ ഓർക്കണം. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് നിയോഗങ്ങൾ ഓർത്തുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ഇതാ ഈശോ നിങ്ങളെ ആശീർവദിക്കുകയാണ്. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ നാം അവനോടുകൂടി ജീവിക്കുമെന്ന് വലിയ ബോധ്യമുണ്ടാകട്ടെ. നമുക്ക് നഷ്ടപ്പെട്ടതല്ല ഇതാ നിമികാരുടെ ഈശോ തരികയാണ്. ഓൺലൈനായിരിക്കുന്ന മക്കള്, ടെലിവിഷൻ ചാനലിൽ പ്രാർത്ഥിക്കുന്ന മക്കള്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതല്ല
ജോലിയാകട്ടെ, ദുരിതങ്ങളാകട്ടെ, സാമ്പത്തിക പ്രതിസന്ധികളാകട്ടെ, ഈശോ തിരിച്ചു തരികയാണ്. സമസ്തവും തിരിച്ചു തരികയാണ്. ഈശോ ഇതാ നിങ്ങളെ അമ്മ പ്രത്യക്ഷപ്പെട്ട ധാരയിൽ നിന്നുകൊണ്ട് ആശീർവദിക്കുകയാണ്. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഓ ദിവ്യകാരുണ്യ ഈശോയെ, അമ്മയുടെ പ്രത്യക്ഷപ്പെടൽ തിരുസഭയെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ ഈശോയെ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ സഭയ്ക്ക് മേൽ കൃപ നൽകി ലോകത്തിന് വേണ്ടി ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലക്സാണ്ടത്തിനെ സമർപ്പിക്കുന്നു. കൃപാസനത്തിന്റെ ഓരോ ശുശ്രൂഷകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധ പരമവാ